ആദ്യം നമ്മൾ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക്. ഉപതെരഞ്ഞെടുപ്പിൽ ഇടതിന് തിളക്കം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് നേട്ടം. UDFിൽ നിന്ന് 4 സീറ്റും BJPയിൽ നിന്ന് 3 സീറ്റും LDF പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പ് നടന്ന 23 സീറ്റിൽ LDFും UDFും 10 സീറ്റുകൾ വീതം നേടിയപ്പോൾ BJP 3 വിജയിച്ചു. നെടുമ്പാശ്ശേരി 14-ാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് ജയം ഉണ്ടായതോടെ പഞ്ചായത്ത് ഭരണവും UDFിൽ നിന്ന് LDF പിടിച്ചെടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ വെള്ളാർ വാർഡും ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ വാർഡും BJPയിൽ നിന്ന് പിടിച്ചെടുത്തു. മട്ടന്നൂർ നഗരസഭയിൽ UDF സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് BJP അട്ടിമറി വിജയം നേടി. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഇതിപ്പോൾ 10-10 എന്ന തരത്തിലേക്കാണ് UDFിന്റെയും LDFിന്റെയും സീറ്റ് നില. 3 സീറ്റ് BJPക്ക്. ഇടതിന് സീറ്റ് നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ BJPയിൽ നിന്നും UDFിൽ നിന്നുമൊക്കെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുന്നു. അട്ടിമറി ജയത്തിലേക്ക് പോകുന്നു. ചിലയിടത്ത് ഭരണ നേട്ടം പോലും ഉണ്ടാകുന്നു എന്ന തരത്തിൽ എങ്ങനെയാണ് LDFിന്റെ നേട്ടത്തെ വിലയിരുത്താൻ കഴിയുക? അനുജ, ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ് അത് 23 വാർഡുകളിലേക്കാണ് നടന്നത്. അതിൽ ഒന്നൊരു കോർപ്പറേഷൻ വാർഡായിരുന്നു, 4 മുനിസിപ്പാലിറ്റി വാർഡുകളും ബാക്കി 18 ഗ്രാമപഞ്ചായത്ത് വാർഡും. ഇതിലെ ആകെ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ UDF 10, LDF 9, ഒരു സ്വതന്ത്രൻ, അത് LDF പിന്തുണയോടെ. അങ്ങനെ LDFും UDFും 10, ഒപ്പം BJP 3 എന്ന നിലയിലാണ് ഇതിൻ്റെ ആകെ റിസൾട്ട് വരുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ടത്, നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് 23-ൽ 13ഇടത്തും UDF ആയിരുന്നു. LDF ആകട്ടെ വെറും 5 സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. BJPയും 5 സ്ഥലത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ നിലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കണക്കുകൾ മുൻപുണ്ടായിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടുകൂടി 5-ൽ നിന്നും അത് ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് LDF എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വതന്ത്രൻ്റെ LDF പിന്തുണയോടെ ജയിച്ച സ്വതന്ത്രൻ്റെ കൂടി കണക്കെടുക്കുമ്പോൾ അത് 5-ൽ നിന്നും 10ലേക്ക് എത്തുന്നു എന്നുള്ളത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെ ഭരണം പോലും മാറുന്ന നിലയിലേക്ക്, ഒരു പഞ്ചായത്തിൻ്റെ അധികാരം കൂടി തിരിച്ചുപിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് LDF എത്തി. മാത്രമല്ല പ്രധാനപ്പെട്ട പല വാർഡുകളിലും വിജയം നേടിയതും തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP അഭിമാനമായി കാത്തിരുന്ന വെള്ളാർ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് LDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല BJPയിൽ നിന്നും വിവിധ സീറ്റുകൾ, 4 സീറ്റുകൾ UDFിൽ നിന്നും 3 സീറ്റുകൾ BJPയിൽ നിന്നും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതും പ്രധാനപ്പെട്ട പല സീറ്റുകളുമാണ് പിടിച്ചെടുത്തത്. അതേസമയം 2 സീറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും ഈ അധികമായി പിടിച്ചെടുത്ത 7 സീറ്റിലൂടെയാണ് LDF 10 എന്ന സംഖ്യയിലേക്ക് എത്തിയത്. UDFിനാകട്ടെ പ്രധാനപ്പെട്ട പല സീറ്റുകളും നഷ്ടപ്പെട്ടപ്പോൾ ആശ്വാസമായത് മൂന്നാർ ഗ്രാമപഞ്ചായത്താണ്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ UDFിൽ നിന്ന് കൂറുമാറി LDFിൽ ചേർന്നതോടുകൂടിയാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവിടെ തിരഞ്ഞെടുപ്പ് വന്നത്. ആ 2 സീറ്റിലും വലിയ അഭിമാന പോരാട്ടമായിരുന്നു UDFിനെ സംബന്ധിച്ചിടത്തോളം. ആ 2ഇടത്തും ജയിച്ച് പഞ്ചായത്തിൻ്റെ അധികാരം നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് മൂന്നാർ പഞ്ചായത്തിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു വലിയ നേട്ടം. അതേസമയം മട്ടന്നൂർ നഗരസഭയിലെ തോൽവി UDFിനെ ഞെട്ടിക്കുകയും ചെയ്തു. മട്ടന്നൂർ നഗരസഭയിൽ ആദ്യമായി BJP അധികാരത്തിലേക്ക് എത്തി. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡിലെ പരാജയത്തെ മറയ്ക്കാൻ മട്ടന്നൂർ നഗരസഭയിലെ വിജയം കൊണ്ട് BJPക്കായി. UDFിനാകട്ടെ ആ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. അത് UDFിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യവുമാണ്. 5-ൽ നിന്നാണ് BJP 3ലേക്ക് കുറഞ്ഞത്, 13-ൽ നിന്നാണ് UDF 10ലേക്ക് കുറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഈ വിജയം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകരുന്നതാണ്. മാത്രമല്ല സലിം, ഇതിൽ പലപ്പോഴും നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അവിടെ പ്രാദേശിക ഘടകങ്ങളൊക്കെ ഉണ്ടാകും. സ്ഥാനാർത്ഥികൾ എന്നൊക്കെ പറയുന്നതും വലിയ ഘടകമായി മാറാറുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരവേ മറ്റൊന്ന് ക്ഷേമ പെൻഷൻ വിഷയം, അതൊരു വലിയ പ്രതിസന്ധിയായി സർക്കാരിന് മുന്നിൽ നിൽക്കെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലെ വിജയം, ഉപതെരഞ്ഞെടുപ്പിലെ വിജയം എന്നുള്ളത് LDFിനെ സംബന്ധിച്ച് ആശ്വാസകരമല്ലേ? ഉറപ്പായും. കാരണം ഈ താഴെത്തട്ടിൽ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനം. ഇത്തരം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ആ സ്ഥാനാർത്ഥിയും മറ്റ് ഘടകങ്ങളും ഒക്കെ എത്തുമെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉണ്ട്. അത് നമ്മൾ കാണാതെ പോകാനും കഴിയില്ല. മാത്രമല്ല സ്വാഭാവികമായും ആ നിലയിലുള്ളൊരു അവകാശവാദങ്ങളുമായി നേതാക്കന്മാർ രംഗത്തെത്തുകയും ചെയ്തു. നേരത്തെ കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകളിലായി UDFിന് നേട്ടമുണ്ടാകുന്നൊരു സ്ഥിതി നമ്മൾ കണ്ടതായിരുന്നു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമീപമായി കഴിഞ്ഞുപോയ 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ UDFിന് നേട്ടമുണ്ടായതാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്നൊരു തെരഞ്ഞെടുപ്പ്, അത് പ്രഖ്യാപനം പടിവാതിൽക്കൽ എത്തി നിൽക്കെ UDFിന് നഷ്ടം സംഭവിക്കുന്നു, സീറ്റ് എണ്ണത്തിൽ നഷ്ടം സംഭവിക്കുന്നു. മാത്രമല്ല അന്ന് ഈ തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടായപ്പോഴൊക്കെ UDF നേതാക്കൾ പത്രക്കുറിപ്പിലൂടെയൊക്കെ അറിയിച്ചിരുന്നത് അത് സർക്കാരിനെതിരെയുള്ള ഒരു വിലയിരുത്തലാണ്, സർക്കാരിനെതിരെ ഒരു നിലയിലുള്ള ഒരു വികാരം പുറത്ത് താഴെത്തട്ടിലുണ്ട് എന്നുള്ളതാണ്. ആ വാദം തന്നെ പരിഗണിക്കുകയാണെങ്കിൽ ഇപ്പോൾ LDFിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായും ആശ്വസിക്കാൻ കഴിയുന്ന ഒരു ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അനുജ, അതെ, ഇന്നിപ്പോൾ പുറത്തു വന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം അത് LDFിനെ സംബന്ധിച്ച് എല്ലാ രീതിയിലും ആശ്വാസകരമാണ്.
ചിലയിടങ്ങളിൽ ഭരണമാറ്റത്തിന് വഴിവെച്ചു. അത്തരത്തിലൊരു പഞ്ചായത്ത് നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ 14-ാം വാർഡാണ് LDF പിടിച്ചെടുത്തത്. അതോടെ UDFന് ഭൂരിപക്ഷം നഷ്ടമായി. ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ അർച്ചന 98 വോട്ടുകൾക്ക് ജയിച്ചു. UDFനെ കൈവിട്ട് നെടുമ്പാശ്ശേരി 19 അംഗങ്ങളുണ്ടായിരുന്ന പഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും 9 സീറ്റായിരുന്നു ലഭിച്ചത്. തുടർന്ന് കോൺഗ്രസ് വിമതനായ സ്വതന്ത്രന് പ്രസിഡന്റ് സ്ഥാനം നൽകി UDF പഞ്ചായത്ത് ഭരിക്കുകയായിരുന്നു. അതിനിടെ വൈസ് പ്രസിഡന്റായ സന്ധ്യ നാരായണപിള്ള നേതൃത്വവുമായി ഇടഞ്ഞ് വൈസ് പ്രസിഡന്റ് സ്ഥാനവും പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചു. ഇതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വാശിയേറിയ മത്സരത്തിൽ UDF സ്ഥാനാർത്ഥിയെ 98 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി അർച്ചന പരാജയപ്പെടുത്തിയത്. വളരെയധികം സന്തോഷം, അഭിമാനം ഒക്കെ തോന്നുന്നുണ്ട്. കാരണം എത്രയേറെ ആൾക്കാർ ഒരു പ്രതീക്ഷയോട് നോക്കിക്കാണുന്ന ഒരു ഭരണ മാറ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് വോട്ട് ചെയ്ത ആൾക്കാരോട് എപ്പോഴും നന്ദി പറയുക മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ട് ഏതൊരു കാര്യവും സത്യസന്ധമായിട്ട് രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഇതോടെ LDF അംഗബലം 10ആയി, UDFന് 9. ഭൂരിപക്ഷം കിട്ടിയതോടെ LDFന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി ഉടൻ ചുമതലയേൽക്കും. 24 കൊച്ചി. ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക്. കൊയിലാണ്ടിയിലെ അരും കൊലയിൽ ഇന്ന് പുറത്തുവന്ന വിശദാംശങ്ങളിലേക്ക്. CPIM നേതാവ് സത്യനാഥ് കൊലപാതക കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കും. വൈകിട്ടോടെ പ്രതി അഭിലാഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. ആയുധം കണ്ടെത്താൻ അന്വേഷണം തുടരും. കൊലപാതകം വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് എന്നാണ് നിഗമനം. PV സത്യനാഥിന്റെ മൃതദേഹവുമായുള്ള വിലാപയാത്ര തുടങ്ങി. അല്പസമയത്തിനകം കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. 8 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി. അഭിജിത്ത്, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. ആദ്യം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അനുജ, നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ട് പുതിയ അന്വേഷണം, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. നിലവിൽ ഇന്നലെ തന്നെ ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അഭിലാഷ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ അറസ്റ്റ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. പ്രധാനമായും ചില ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത്. അതായത് വ്യക്തിവൈരാഗ്യമാണ് PV സത്യനാഥിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ അഭിലാഷ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഈ കൊലപാതകം അയാൾ നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസിന് ലഭിക്കുന്ന വിവരം. ശരീരത്തിൽ 6ഓളം പാടുകൾ, ആഴത്തിലുള്ള 6ഓളം പാടുകൾ, മുറിപ്പാടുകൾ PV സത്യനാഥിൻ്റെ ശരീരത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഏതായാലും പോലീസ് ഊർജിതമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിൻ്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. മഴുവും സർജിക്കൽ ബ്ലേഡും ഈ കൊലപാതകം നടത്താൻ ഈ അഭിലാഷ് ഉപയോഗിച്ചു എന്നുള്ള പ്രാഥമികമായ വിവരം തന്നെയാണ്, പ്രാഥമികമായ അനുമാനം തന്നെയാണ് പോലീസ് നിലവിൽ നമ്മളുമായി സംസാരിക്കുമ്പോൾ തരുന്നത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഈ ക്ഷേത്ര പരിസരത്ത്, കൊലപാതകം നടന്ന ക്ഷേത്ര പരിസരത്തെത്തി വിശദമായ പരിശോധന നടത്തും. ഒപ്പം തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സംഭവസ്ഥലത്തുണ്ടായ ആൾക്കാരുടെ മൊഴിയെടുക്കൽ, അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ CCTV ദൃശ്യങ്ങൾ പ്രധാനമാണ്. ഈ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവ പരിശോധിച്ചായിരിക്കും കൂടുതൽ വിവരങ്ങളിലേക്ക്, എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നടക്കമുള്ള വിവരങ്ങളിലേക്ക് പോലീസ് എത്തിച്ചേരുകയും ചെയ്യുക. 6 മുറിവുകൾ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ്. ആഴത്തിലുള്ള, കഴുത്തിലും നെഞ്ചിലും ആഴത്തിലുള്ള 5 മുറിവുകളുണ്ട്. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകും എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. അനുജ, അഭിജിത്ത്, ഇതിൽ ഒരൊറ്റ പ്രതി എന്ന തരത്തിലേക്ക് തന്നെയാണോ പോലീസിന്റെ പ്രാഥമിക നിഗമനം എത്തിയിട്ടുള്ളത്? അതല്ലാതെ മറ്റാരുമില്ല? ഇത് വ്യക്തിവൈരാഗ്യം എന്ന് പറയുമ്പോൾ എന്താണ് ആ വൈരാഗ്യം എന്നൊക്കെയുള്ളത് കുറ്റസമ്മതം നടത്തിയ പ്രതി പറഞ്ഞിട്ടുണ്ടോ? വിശദാംശങ്ങൾ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ടോ?
അനുജ, വ്യക്തിവൈരാഗ്യം എന്നത് തന്നെയാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. ആ തരത്തിലുള്ളൊരു മൊഴിയാണ് പ്രതി നൽകിയത് എന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ പിടിയിലായ അഭിലാഷ്, പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള അഭിലാഷ് നേരത്തെ CPM അംഗമായിരുന്നു. അയാൾ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്നു. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ കാരണം ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അക്കാരണമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിവൈരാഗ്യം ഈ കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറിയായ PV സത്യനാഥുമായി ഈ അഭിലാഷിനുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അതായത് പാർട്ടിയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയതാണ്, ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിരോധം കൊല്ലപ്പെട്ട PV സത്യനാഥുമായി അഭിലാഷിനുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അക്കാര്യത്തിലേക്കാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് നിലവിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. പ്രതി തനിച്ച് തന്നെ, അതായത് പ്രതി ഒറ്റയ്ക്കാണ് ഈ കൃത്യം നടത്തിയത് എന്നുള്ള അനുമാനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പെട്ടെന്നുള്ള ഏതെങ്കിലും പ്രകോപനമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതും പോലീസ് നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ ക്ഷേത്ര പരിസരത്ത് ഉത്സവം നടക്കുകയായിരുന്നു, ഗാനമേള നടക്കുകയായിരുന്നു, നിറയെ ആളുകളുള്ള സമയമാണ്. ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്താൻ പ്രതിയെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇത്തരം നിറയെ ആളുകളുള്ള ഒരു സമയത്ത് ഒരു കൊലപാതകം നടത്തുക എന്നുള്ളത് ഏത് തരത്തിലാണ് പ്രതി ഏതെങ്കിലും തരത്തിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ, മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വിശദമായ ഒരു പരിശോധന നിലവിൽ നടത്തി വരുന്നുണ്ട്. വളരെ മൃഗീയമായ ഒരു കൊലപാതകം, നിഷ്ഠൂരമായ ഒരു കൊലപാതകം ക്ഷേത്രമുറ്റത്ത് വെച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പ്രതി കൊടുത്ത മൊഴി വ്യക്തിവൈരാഗ്യം കാരണം താൻ കൊലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. മറ്റേതെങ്കിലും കാരണങ്ങൾ ഇതിന് പുറകിലുണ്ടോ, മറ്റാരെങ്കിലും ഈ കൃത്യം ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു പറയും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ കസ്റ്റഡിയിലുള്ള അഭിലാഷിൻ്റെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തുമെന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അനുജ, ദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എത്ര സമയം പൊതുദർശനം ഉണ്ടാകും? അതിനുശേഷം സംസ്കാരത്തിനായി എപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും? അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി അഭിജിത്ത്. അനുജ, നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വിലാപയാത്രയായി കൊയിലാണ്ടിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 5ഓളം സ്ഥലങ്ങളിൽ, വെങ്ങളം മുതൽ ചെങ്ങോട്ടുകാവ് വരെ 5ഓളം സ്ഥലങ്ങളിൽ വിലാപയാത്രയായി പൊതുദർശനത്തിനുള്ള സൗകര്യമൊരുക്കിക്കൊണ്ടാണ് ഈ മൃതദേഹം നിലവിൽ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിന് പരിസരത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. 100 കണക്കിന് പേർ, അതായത് ഈ നാട്ടിലുള്ള വിവിധ മേഖലയിലുള്ള 100 കണക്കിന് പേർ PV സത്യനാഥിന് അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. CPMൻ്റെ മുതിർന്ന നേതാക്കൾ P ജയരാജൻ, MV ജയരാജൻ, സ്ഥലം MLA ആയ കാനത്തിൽ ജമീൽ ഉൾപ്പെടെയുള്ള നേതാക്കളും PV സത്യനാഥിന് അന്തിമോപചാരം അർപ്പിക്കാൻ കൊയിലാണ്ടിയിലേക്ക് വന്നിട്ടുണ്ട്. വളരെ ജനകീയനായ ഒരു നേതാവായിരുന്നു കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറിയായ PV സത്യനാഥ്. ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന, ജനങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും മുന്നിട്ടിറങ്ങുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. അതിനാൽ തന്നെ വളരെ വലിയ രീതിയിൽ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനായി കൊയിലാണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 5 മണിയോടുകൂടി സത്യനാഥിൻ്റെ പെരുവട്ടൂരുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും, വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം 8 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഈ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ തങ്ങളുടെ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അനുജ, കൊയിലാണ്ടിയിലെ CPIM നേതാവിന്റെ കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ആകുന്നു. ഒപ്പം തന്നെ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. പ്രതിയുടെ അറസ്റ്റ് അല്പസമയത്തിനകം ഉണ്ടാകും. നിലവിൽ മൃതദേഹം പൊതുദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട്. രാത്രി 8 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം. PV സത്യനാഥിന്റെ കൊലപാതകം വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് എന്നതാണ് നിഗമനം. പ്രതിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. അഭിലാഷ് കുറ്റം സമ്മതിച്ചു എന്നതാണ് വിവരം. കൃത്യം നടന്ന സ്ഥലത്ത് പോലീസ് ഇന്ന് വിശദമായ പരിശോധന നടത്തും. റിപ്പോർട്ട് കാണും. 7 വർഷമായുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. സത്യനാഥൻ ക്ഷേത്രത്തിൽ വരുമെന്ന് ഉറപ്പിച്ച ശേഷം മാരകായുധങ്ങളുമായി എത്തി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതി അഭിലാഷിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിൽ വ്യക്തത വരും. നിഗമനം തന്നെയാണ്. ഒരാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, സസ്പെക്ട് ആണത്. പ്രൈമ ഫേസി ഒരു പേഴ്സണൽ എനിമിറ്റി ആണുള്ളത്.
ഇന്നലെ രാത്രി വന്നേ ഉള്ളൂ. അതിന്റെ കാര്യങ്ങൾ ആക്ച്വലി IP കൊളാണ്ടിയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ മൂവ് ചെയ്യുന്നുള്ളൂ. കസ്റ്റഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി മുന്നോട്ട് പോകും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് എടച്ചേരി പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. മഴുവും സർജിക്കൽ ബ്ലേഡും ഉപയോഗിച്ചായിരുന്നു പ്രതിയുടെ ആക്രമണം. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും കൊലപാതകം നടന്ന ക്ഷേത്ര പരിസരത്ത് വിശദമായ പരിശോധന നടത്തും. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. സത്യനാഥിന്റെ ശരീരത്തിൽ 6 മുറിവുകളുണ്ടെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഇതിൽ കഴുത്തിലും നെഞ്ചിലുമുള്ള മുറിവുകൾ ആഴമേറിയതാണ്. 24 കോഴിക്കോട്. നേമത്ത് വീട്ടിൽ പ്രസവിക്കുന്നതിനിടെ യുവതിയും നവജാത ശിശുവും മരിച്ച സംഭവത്തിൽ യുവതിക്ക് അക്യൂപങ്ക്ചർ ചികിത്സ നൽകിയ ഷിഹാബുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊച്ചിയിൽ നിന്നാണ് വെഞ്ഞാറമൂട് സ്വദേശിയായ ഷിഹാബുദ്ദീനെ പിടികൂടിയത്. ചോദ്യം ചെയ്യലിനിടെ പോലീസ് സ്റ്റേഷനിൽ നാടകീയ രംഗങ്ങൾ നടന്നു. യുവതിയുടെ ഭർത്താവ് നയാസ് ഷിഹാബുദ്ദീന് നേരെ പാഞ്ഞെടുത്തു. പോലീസ് ഇടപെട്ട് ഇയാളെ പിടിച്ചു മാറ്റുകയായിരുന്നു. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ, ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഈ നയാസ് ചികിത്സകന് നേരെ പാഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? മറ്റൊരു ചികിത്സയ്ക്കും പോകാൻ സമ്മതിക്കാതിരുന്നത് ഈ ഭർത്താവ് തന്നെയാണല്ലോ. ഇക്കാര്യത്തിൽ പോലീസിനോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് ഇതൊരു വൈകാരിക പ്രതികരണത്തിന്റെ ഭാഗമായാണ് ഈ നയാസ് ഈ അക്യൂപങ്ക്ചർ ചികിത്സ നടത്തിയ ആൾക്കെതിരെ ഒരു ആക്രോശവുമായി എത്തിയത്. ഇയാളെ ഉപദ്രവിക്കാനുള്ളൊരു പുറപ്പാടിലാണ് ഈ നയാസ് എത്തിയത്. പക്ഷേ പോലീസ് അടിയന്തരമായി തന്നെ അതിൽ ഇടപെട്ട് ഇവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയും ചെയ്തു. പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലൊരു വൈകാരികമായ ഒരു കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ ഇയാൾ പാഞ്ഞെടുത്തത് എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ ഇനി പോലീസ് തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ നാടകീയമായ സംഭവം തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നടന്നത്. അതായത് ഈ ഷിഹാബുദ്ദീനെ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ്, അതായത് പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് ഇറക്കുമ്പോഴാണ് ദൂരെ നിന്നിരുന്ന നയാസ് ഇയാളുടെ അടുത്തേക്ക് ഓടി വരികയും ഇയാളെ ഉപദ്രവിക്കാനായി ഒരു ശ്രമവും നടത്തി. എന്നാൽ പോലീസ് ആ ഘട്ടത്തിൽ തന്നെ ഇടപെട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു. എന്തായാലും ഷിഹാബുദ്ദീന്റെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇയാളുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇനി ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. അതായത് ഈ കസ്റ്റഡിയിൽ വാങ്ങിയ നയാസും ഒപ്പം ഈ അക്യുപഞ്ചർ ചികിത്സ നടത്തിയ ഷിഹാബുദ്ദീനെയും ഒപ്പം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഇനി ഉണ്ടാകും. ഇന്ന് തന്നെ ഈ ഷിഹാബുദ്ദീനെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളൊരു കാര്യമാണ് പോലീസും വ്യക്തമാക്കുന്നത്. നെയ്യാറ്റിൻകര കോടതിയിലായിരിക്കും ഇയാളെ ഹാജരാക്കുക. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ കൂടുതൽ ആളുകളെ പ്രതി ചേർക്കാനുള്ളൊരു നീക്കം കൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ നയാസിൻ്റെ ഭാര്യയായ യുവതി ഈ പ്രസവ സമയത്ത് മരിക്കുമ്പോൾ, അതായത് ഈ പ്രസവ സമയത്ത് ഈ യുവതിയോടൊപ്പം ഉണ്ടായിരുന്ന ഈ നയാസിൻ്റെ മുൻ ഭാര്യയും അതുപോലെ തന്നെ ഈ മകളും ഉൾപ്പെടെയുള്ളവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഇവരെയും പ്രതി ചേർക്കാനുള്ളൊരു ഘട്ടത്തിലേക്കാണ് പോലീസ് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഇവർ താമസിച്ചിരുന്ന വീട്ടിൻ്റെ പരിസരത്തുണ്ടായിരുന്ന ആളുകളൊപ്പം ഈ നയാസിൻ്റെയും അതുപോലെ തന്നെ ഷമീറയുടേത് ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടാകും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും നയാസിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങിയത്. ഒപ്പം ഈ കൊച്ചിയിൽ നിന്ന് വെഞ്ഞാറമൂട് സ്വദേശിയായ അക്യൂപഞ്ചർ ചികിത്സ നൽകിയ ഷിഹാബുദ്ദീനെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം നേമം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. അയാളുടെ അറസ്റ്റും പോലീസ് ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. നേമത്ത് വീട്ടിൽ പ്രസവിച്ച യുവതിയും നവജാത ശിശുവും മരിച്ച സംഭവത്തിലാണ് അക്യൂപങ്ക്ചർ ചികിത്സ നൽകിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പിന് സജ്ജരായി പാർട്ടികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായേക്കും. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ പ്രമുഖ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ രംഗത്തിറക്കുമെന്ന് BJP വ്യക്തമാക്കിയിരുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ V മുരളീധരനും മത്സരിക്കും. BJP സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കൈമാറി. ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിച്ചാൽ കോഴിക്കോട്ട് MT രമേശിനാണ് സാധ്യത. മലപ്പുറത്ത് AP അബ്ദുള്ളക്കുട്ടി സ്ഥാനാർത്ഥിയായേക്കും. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ് റാം മുഹമ്മദ്, നിലവിൽ വയനാട്ടിലാണിപ്പോൾ ഈ പട്ടികയിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേരുള്ളത്. നേരത്തെ അത് കോഴിക്കോട് എന്നാണ് കേട്ടിരുന്നത്. ഒപ്പം മറ്റ് ഇടങ്ങൾ, അതിൽ ഏറ്റവും സ്റ്റാർ മണ്ഡലമെന്ന് വിലയിരുത്തപ്പെടുന്ന തിരുവനന്തപുരത്തെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിലെ പേരുവിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ?
BJPയുടെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കും. അധികം വൈകാതെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായി വയനാട് മണ്ഡലത്തിൽ ഒരു വലിയ മത്സരം, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കൂടി അങ്ങോട്ടേക്ക് വന്നാൽ പ്രമുഖരായ ഒരു നേതാവിനെ അങ്ങോട്ടേക്ക് രംഗത്തിറക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ സൂചനകൾ നേരത്തെ തന്നെ BJPയിൽ നിന്ന് ലഭിച്ചിരുന്നു. BDJSൽ നിന്ന് ആ സീറ്റ് ഏറ്റെടുക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും, ഏതായാലും ആ തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ സാധ്യതാ പട്ടിക വിരൽ ചൂണ്ടുന്നത്. ശോഭാ സുരേന്ദ്രന്റെ പേര് വയനാട്ടിൽ കേൾക്കുന്നു. അലക്സ്, എൻ്റെ ചോദ്യം കേട്ടിരുന്നോ? അനുജ, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? ചോദ്യം വ്യക്തമായില്ല. അതായത് ഞാൻ ചോദിച്ചത്, ഇപ്പോൾ നേരത്തെ നമ്മൾ ചില പേരുകളൊക്കെ കേട്ടിരുന്നു, അതേപോലെ തന്നെ സാധ്യതാ പട്ടികയിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രന്റെ പേര് കോഴിക്കോട് എന്നതിന് പകരം വയനാട്ടിൽ കേൾക്കുന്നു. വയനാട്ടിൽ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. തലസ്ഥാനം സ്റ്റാർ മണ്ഡലമാണ്. അവിടുത്തെ ഏത് പേരുകളിലേക്കാണ് ഇപ്പോൾ ഈ പട്ടിക എത്തിയിരിക്കുന്നത് എന്നതിൻ്റെ സൂചനകളുണ്ടോ? അനുജ, ശോഭാ സുരേന്ദ്രന്റെ പേര് കോഴിക്കോടിന് പുറമെയാണ് വയനാട് കൂടെ കേൾക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര നേതൃത്വം BJP സംസ്ഥാന ഘടകത്തോട് പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ വിജയിക്കുക, അതല്ല എങ്കിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക, വോട്ടിംഗ് ശതമാനം ഉയർത്തുക എന്ന നിർദ്ദേശമാണ് കർശനമായി പറഞ്ഞിട്ടുള്ളത്. അത് ബാധിക്കാൻ സംസ്ഥാന നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെ കരുത്തരെ രംഗത്തിറക്കാൻ തന്നെയാണ് ആദ്യഘട്ടം മുതൽ BJP ആലോചിക്കുന്നത്. അങ്ങനെയാണ് അവരുടെ സ്ഥാനാർത്ഥി നിർണയ പട്ടികയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയവും പുരോഗമിച്ചത്. പലയിടങ്ങളിലും ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ നോക്കി കരുത്തര രംഗത്തിറക്കുന്ന തരത്തിലാണ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക മുന്നോട്ട് പോയത്. അങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേരിലേക്ക് എത്തുന്നതും അവിടെ ശോഭാ സുരേന്ദ്രൻ എത്തി ഈ പ്രവർത്തനങ്ങളിലേക്കടക്കം കടക്കുന്നതും അങ്ങനെയാണ്. അവർ മണ്ഡലത്തിൽ സജീവമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരിശോധിച്ചാൽ. പക്ഷേ ഇപ്പോൾ വയനാട് മണ്ഡലത്തിൽ കൂടി ശോഭാ സുരേന്ദ്രന്റെ പേര് പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ BDJSൽ നിന്ന് BJP ആ സീറ്റ് എടുക്കുകയും BJPയുടെ തന്നെ സംസ്ഥാനത്തെ ശക്തനായ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ അവതരിപ്പിക്കുകയും ചെയ്യുമെന്ന് പാർട്ടി പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, LDFന്റെ സ്ഥാനാർത്ഥിയായി ആനി രാജയെ കഴിഞ്ഞ ദിവസം നിശ്ചയിച്ച പശ്ചാത്തലത്തിൽ ശക്തയായ ഒരു വനിതാ സ്ഥാനാർത്ഥി അവിടെ എത്തേണ്ടതിന്റെ ആവശ്യകത പാർട്ടി BJP ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് വയനാട് കൂടി പരിഗണിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. അങ്ങനെ രണ്ട് മണ്ഡലത്തിൽ പ്രധാനമായി ശോഭാ സുരേന്ദ്രന്റെ പേര് പരിഗണിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, കോഴിക്കോടും വയനാടും. ഇനി വയനാട് മണ്ഡലത്തിലാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ സാധ്യതയെങ്കിൽ കോഴിക്കോട് മണ്ഡലത്തിലേക്ക് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് എത്തും. MT രമേശിന്റെ പേര് ഇപ്പോൾ വടകര മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന പേര് MT രമേശിൻ്റെതാണ്. MT രമേശ് അങ്ങനെയെങ്കിൽ കോഴിക്കോട് മത്സരിക്കാൻ സാധ്യതയുണ്ട്. MT രമേശിനെ കൂടാതെ വടകരയിൽ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് കാരണം പ്രഫുൽ കൃഷ്ണനാണ്. ഒപ്പം ഉറപ്പിച്ച സീറ്റുകൾ മത്സരിക്കാൻ ഏറെക്കുറെ സ്ഥാനാർത്ഥികൾ പൂർണ്ണമായും ഉറപ്പായ സീറ്റുകൾ ആറ്റിങ്ങലും തൃശ്ശൂരും പാലക്കാടും ഒപ്പം പത്തനംതിട്ടയും ഒക്കെയാണ്. ആറ്റിങ്ങലിൽ V മുരളീധരൻ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകും. പാലക്കാട് C കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാണ്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് C കൃഷ്ണകുമാർ. അപ്പം കാസർഗോഡ് മണ്ഡലത്തിലാകട്ടെ PK കൃഷ്ണദാസ്, മുൻ സംസ്ഥാന അധ്യക്ഷൻ PK കൃഷ്ണദാസിന്റെ പേരിനാണ് കാസർഗോഡ് മണ്ഡലത്തിൽ മുൻതൂക്കമുള്ളത്. പത്തനംതിട്ടയിൽ ഇപ്പോൾ BJPയിലേക്ക് എത്തിയ PC ജോർജിന്റെ പേരാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ പരിഗണിക്കുന്നത്. പത്തനംതിട്ടയിൽ ആദ്യ അവസാനം വരെ നേരത്തെ പരിഗണിച്ചിരുന്നത് കുമ്മനം രാജശേഖരന്റെ പേരായിരുന്നു. അതിനുശേഷം കുമ്മനത്തിന്റെ പേര് കൊല്ലത്തായിരുന്നു പരിഗണിച്ചത്. കൊല്ലത്ത് കുമ്മനത്തിനൊപ്പം അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് PB ഗോപകുമാറിന്റെ പേരും കൊല്ലത്ത് പരിഗണനയിലുണ്ട്. കുമ്മനത്തെ മറ്റെവിടെയെങ്കിലും മത്സരിപ്പിക്കണമോ എന്നുള്ള കാര്യം പാർട്ടി ഗൗരവമായി തന്നെ ആലോചിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ്. മലപ്പുറത്ത് AP അബ്ദുള്ളക്കുട്ടി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അനുജ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. തിരുവനന്തപുരം അവരുടെ സ്റ്റാർ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി, ഏറ്റവും ഒടുവിൽ സസ്പെൻസോടുകൂടി ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം എന്നുള്ളതാണ് BJP ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പല പേരുകൾ BJP പട്ടികയിൽ മാറി മാറി വന്നിട്ടുണ്ട്. BJPയുടെ ജില്ലാ ഘടകം BJP സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ ചില മാധ്യമങ്ങളെങ്കിലും ശോഭനയുടെ പേരൊക്കെ പുറത്തുവിടുന്നുണ്ടല്ലോ. അത്തരത്തിലേക്ക് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നതായി അറിയാമോ? അനുജ, കലാ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരുമായി BJP ചർച്ച നടത്തുന്നുണ്ട്. അത് തിരുവനന്തപുരം മണ്ഡലം കേന്ദ്രീകരിച്ച് മാത്രമല്ല, പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് ചാലക്കുടിയിൽ മേജർ രവി മത്സരിക്കും എന്നൊരു വിവരം വരുന്നുണ്ട്. ആ മേജർ രവിയുടെ പേര് ചാലക്കുടി മണ്ഡലത്തിലുണ്ട്. സമാനമായി തന്നെ കലാരംഗത്തെ പ്രമുഖർ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുമൊക്കെയായി BJP ചർച്ച നടത്തുന്നുണ്ട്. അത് വളരെ നേരത്തെ തന്നെ ആരംഭിച്ച ചർച്ചയാണ്. പക്ഷേ ശോഭനയുടെ കാര്യം പാർട്ടി ഔദ്യോഗികമായി സമ്മതിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അത്തരമൊരു ചർച്ച നടന്നിട്ടില്ല എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശോഭനയോ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേരുകൾ തന്നെയാണത്. രാജീവ് ചന്ദ്രശേഖരന്റെ പേരുണ്ട്, നിർമ്മല സീതാരാമന്റെ പേരുണ്ട്. ഇനി ഒരുപക്ഷെ ഏറ്റവും അവസാനം കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചർച്ചകൾ, അതായത് ഈ സാംസ്കാരിക മേഖലയിലെയും കലാമേഖലയിലെയും പ്രമുഖരുമായി നടത്തുന്ന ചർച്ചകളിൽ എത്രത്തോളം വിജയം കാണും എന്നുള്ള കാര്യം BJPക്ക് ഇനിയും ഒരുക്കമല്ല. ശോഭനയൊക്കെ നേരത്തെ BJPയുടെ ചില പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കം വന്ന ചില പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത്തരം ആശയവിനിമയം
കേന്ദ്ര നേതൃത്വം ഇത്തരം സാംസ്കാരിക നായകരുമായും അതുപോലെ സാംസ്കാരിക മേഖലയിലുള്ളവരുമായും നടത്തുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ച്. കാരണം കേരളത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് BJP സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമായി അവർ കണക്കുകൂട്ടുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കവും പ്രവർത്തനവുമാണ് നടത്തുന്നത്. ഇനി സംസ്ഥാന നേതൃത്വം ഒരു പട്ടികയുമായി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചാൽ പോലും കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കൂടി അതിൽ പ്രധാനമാണ്. കാരണം നാളെ ഡൽഹിയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ദേശീയ നേതൃത്വവുമായി സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച ചർച്ചകൾ നടത്തും. അതിനുശേഷമായിരിക്കും ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു അന്തിമ രൂപമാകുക. കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങൾ പ്രധാനമാണ്. അത് പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ഒന്ന്, ന്യൂനപക്ഷങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്നുള്ള കാര്യം കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി സാമുദായിക സമവാക്യങ്ങൾ അവർക്ക് മുഖവിലേക്ക് എടുക്കേണ്ടി വരും. വനിതാ പ്രാതിനിധ്യം മുഖവിലേക്ക് എടുക്കേണ്ടി വരും. യുവാക്കളുടെ പ്രാതിനിധ്യം മുഖവിലേക്ക് എടുക്കേണ്ടി വരും. അതൊക്കെ നോക്കിക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ കൂടി ഇടപെടലോട് കൂടിയായിരിക്കും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. അത് 29 അതിനുശേഷമോ ആയിരിക്കും ഉണ്ടാകാൻ സാധ്യത. ഇതിൽ ഒരു കാര്യം കൂടി അലക്സ്, K. സുരേന്ദ്രൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മത്സര സാധ്യത? കഴിഞ്ഞ ദിവസം ആ തരത്തിലേക്ക് വാർത്തകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഘട്ടത്തിൽ മത്സരിക്കാൻ ഉണ്ടാവുകയില്ല എന്നും, പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് കൂടി പരിഗണനയിലുണ്ട് എന്ന തരത്തിലേക്ക് വാർത്തകൾ വരുമ്പോൾ അതിന്മേൽ എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിച്ച് നൽകാൻ കഴിയുന്ന വിവരം? PC ജോർജിലേക്ക് എല്ലാ നേതാക്കൾക്കും അത്ര താല്പര്യമില്ല എന്ന തരത്തിലേക്കായിരുന്നല്ലോ റിപ്പോർട്ട്. തീർച്ചയായും അനുജ, പത്തനംതിട്ട മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരനെയാണ് പാർട്ടി ആദ്യമേ കരുതിയിരുന്നത്. കുമ്മനം രാജശേഖരൻ്റെ പേരിലേക്കാണ് പാർട്ടി എത്തിയതും. കാരണം ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ അത് പാർട്ടിക്ക് ഗുണകരമായി മാറണമെങ്കിൽ കുമ്മനം രാജശേഖരനെ പോലൊരു നേതാവ് അവിടെ എത്തണമെന്നാണ് പാർട്ടി മുഖവിലേക്ക് എടുത്തിരുന്നതും കണക്കാക്കിയിരുന്നതും. കാരണം K. സുരേന്ദ്രൻ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. K. സുരേന്ദ്രൻ മത്സരത്തിന് താൻ ഒരുക്കമല്ല എന്നുള്ള കാര്യം BJP ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ കുമ്മനം രാജശേഖരൻ്റെ പേര് ഏറെക്കുറെ അവിടെ ഉറപ്പായതുമാണ്. അതിനുശേഷമായിരുന്നു PC ജോർജിൻ്റെ പാർട്ടിയിലേക്കുള്ള എൻട്രി. സ്വാഭാവികമായി PC ജോർജ് BJP സംസ്ഥാന നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ചത് ലോക്സഭാ സീറ്റ്, പത്തനംതിട്ട ലോക്സഭാ സീറ്റ് തന്നെയാണ്. ആ തരത്തിൽ PC ജോർജിന് വേണ്ടി അത് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അവർക്കിടയിൽ ഒരു ആലോചനയും ചർച്ചയും. പക്ഷേ അതിന് BJPയുടെ സംസ്ഥാന ഘടകത്തിലെ പല നേതാക്കൾക്കും വിമുഖതയുണ്ട് എന്നുള്ളതാണ്. PC ജോർജിനെ പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നതിനോട് അവർക്ക് താല്പര്യക്കുറവുണ്ട്. അങ്ങനെയെങ്കിൽ പകരമാര്, അങ്ങനത്തെ ആ ചർച്ചയാണ് അത് വീണ്ടും K. സുരേന്ദ്രനിലേക്ക് എത്തിക്കുന്നതും. K. സുരേന്ദ്രൻ മത്സരിക്കാൻ സാധ്യതയുണ്ട്. K. സുരേന്ദ്രൻ തന്നെ അവിടെ മത്സരിക്കണം. കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ PC ജോർജിന് ആ സീറ്റിലെ ക്ലെയിം അത് മാറ്റിവെക്കേണ്ടി വരും എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. എന്താണെങ്കിലും K. സുരേന്ദ്രൻ മത്സരിക്കാൻ താല്പര്യമല്ല എന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൂടി ദേശീയ നേതൃത്വം മുഖവിലേക്ക് എടുക്കും. അതുകൂടെ കാണും. മാത്രമല്ല BJPയുടെ ജില്ലാ അധ്യക്ഷന്മാർ മത്സരിക്കണമോ സംസ്ഥാന അധ്യക്ഷനെ തന്നെ രംഗത്തിറക്കണമോ തുടങ്ങിയ കാര്യങ്ങൾ അതിലൊരു അന്തിമ ധാരണ എത്തുക. സ്വാഭാവികമായും ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടലും അവരുടെ ചർച്ചയും ധാരണയ്ക്കൊക്കെ ശേഷമായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും K. സുരേന്ദ്രൻ മത്സരിക്കാൻ താൻ ഒരുക്കമല്ല, താൻ അതിന് വിമുഖനാണ് എന്നുള്ള കാര്യം K. സുരേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടി പറഞ്ഞാൽ അത് തള്ളിക്കളയാനും അദ്ദേഹത്തിനാവില്ല. അതാണ് BJPയുടെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമ്പോൾ ഉള്ള വിശദാംശങ്ങൾ. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി UDFൽ എന്താണ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത് എന്നതിലേക്കാണ്. 3-ാം സീറ്റിൽ വിട്ടുവീഴ്ചയില്ലാതെ മുസ്ലിം ലീഗ്. 3-ാം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിനും UDF യോഗം ബഹിഷ്കരിക്കാനും ലീഗിൽ ആലോചന. രാജ്യസഭാ സീറ്റും നൽകാനാകില്ലെന്ന് കോൺഗ്രസ് അറിയിച്ചതോടെയാണ് ലീഗിന്റെ നീക്കം. സീറ്റിനു വേണ്ടി യാചിക്കുകയല്ലെന്നും ചർച്ച ചെയ്യുകയാണെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം 24-നോട് പറഞ്ഞു. 3-ാം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകുമെന്ന പ്രഖ്യാപനം നടത്തണമെന്നാണ് ലീഗ് നിലപാട്. ഇത് രണ്ടും നടക്കാതെ പോകുന്നതാണ് ലീഗിന്റെ അതൃപ്തിക്കിടയാക്കിയത്. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കേണ്ടെന്നും വിട്ടുവീഴ്ച ചെയ്യാമെന്നുമുള്ള തീരുമാനത്തിൽ നിന്ന് കൂടുതൽ സമ്മർദ്ദം ചെലുത്തി സീറ്റു നേടുക എന്ന തീരുമാനത്തിലേക്കാണ് നിലവിൽ ലീഗ് എത്തിയത്. അണികളുടെ പ്രതിഷേധം കൂടെ കണക്കിലെടുത്താണ് പുതിയ നിലപാട്. 3-ാം സീറ്റ് ലീഗിന് ലഭിക്കുമെന്ന് PMA സലാം പറഞ്ഞു. ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ്. 25-ാം തീയതി ചർച്ചയുണ്ട്. അതിൽ തീരുമാനമാകണം. വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനിയും നീണ്ടുകൊണ്ട് പോകാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അത് തീരുമാനം അണികൾക്ക് കൂടി ആശ്വാസകരമായ ഒരു തീരുമാനമായാൽ പോരെ. പിന്നെ അടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. 3-ാം സീറ്റ് വിഷയത്തിലെ പരസ്യ പ്രതികരണങ്ങളിലൂടെ ലീഗ് ലക്ഷ്യമിടുന്നത് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കലാണ്. UDF യോഗം ബഹിഷ്കരിക്കുന്നതും ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ നീക്കം നടത്തുന്നു എന്ന വാർത്തകളിലൂടെയും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ് ലീഗ്. 24 മലപ്പുറം. നമ്മൾ പോകുന്നത് കർഷക സമരവുമായി ബന്ധപ്പെട്ട ഇന്ന് സംഭവിച്ച വിശദാംശത്തിലേക്ക്. കർഷക സമരത്തിനിടെ ഒരു കർഷകൻ കൂടി മരിച്ചു. ഭട്ടിൻഡ സ്വദേശി ദർശൻ സിംഗ് ആണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. അതേസമയം കർഷക പ്രതിഷേധത്തിനിടെ വൻ പ്രഖ്യാപനവുമായി ഹരിയാന സർക്കാർ രംഗത്തെത്തി. കാർഷിക വായ്പകളുടെ പലിശ എഴുതിത്തള്ളുമെന്ന് മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ അറിയിച്ചു. നിതിൻ അംബുജനും ബൽറാം നെടുങ്ങാടിയും
നിതിൻ അംബുജനിലേക്കാണ്. ആദ്യം നിതിൻ, 2 ദിവസത്തേക്ക് സമരം നിർത്തിവെച്ചിരുന്നു. സമരം പുനരാരംഭിക്കുന്നത് ഇന്നാണ്. ഇന്ന് പക്ഷേ കരിദിനം ആചരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി സമരത്തിൻ്റെ അടുത്ത പടി എങ്ങനെയായിരിക്കും എന്നത് സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ടോ? അതിനിടെ മറ്റൊരു കർഷകൻ്റെ കൂടി മരണവാർത്ത ഇന്ന് പുറത്തു വരുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് വൈകിട്ട് കർഷക സംഘടനകൾ യോഗം ചേരുന്നുണ്ട്. വൈകിട്ടോടെ ഒരു കർഷകർ ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് കർഷക സംഘടനകൾ യോഗം ചേരുമ്പോൾ എങ്ങനെയായിരിക്കും സമരത്തിന്റെ മുന്നോട്ട് പോക്ക്, വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് സമരം കൊണ്ടുപോകേണ്ടത് എന്നതിന്റെ വിശദാംശങ്ങൾ തീരുമാനിക്കും എന്നതാണ് നിതിൻ അംബുജൻ പറയുന്നത്. ഇപ്പോൾ ഒരു കർഷകൻ കൂടി അല്പസമയം മുൻപ് മരണമടഞ്ഞു എന്ന വിവരവും ഇന്ന് പുറത്തു വന്നു. അതിർത്തിക്ക് സമീപത്ത് കുഴഞ്ഞു വീണാണ് മരണം. ഹൃദയാഘാതമാണ് മരണകാരണം എന്നതാണ് ഡോക്ടേഴ്സ് അറിയിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ അല്പസമയം മുൻപ് ഹരിയാന സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനത്തിൻ്റെ വിവരങ്ങൾ കൂടി എത്തുന്നത്. കാർഷിക വായ്പകളുടെ പലിശ എഴുതിത്തള്ളും എന്നതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം. മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറാണ് ഈ വിശദാംശം അറിയിച്ചിട്ടുള്ളത്. ബൽറാമിലേക്ക്. ബൽറാം, നിലവിൽ ഹരിയാന സർക്കാർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് വരുന്ന സാഹചര്യത്തിലാകാം ഇങ്ങനെ ഒരു പ്രഖ്യാപനം, വൻ പ്രഖ്യാപനവുമായി ഉടനടി രംഗത്തെത്തിയതെന്ന് കരുതാമല്ലേ? മനുജ, ഹരിയാന സർക്കാർ കടുത്ത കർഷക രോഷം തന്നെ നേരിടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ബജറ്റിനോടനുബന്ധിച്ച് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം കൂടി മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ നടത്തിയിരിക്കുന്നത്. കർഷക പ്രതിഷേധം ഹരിയാനയിലും വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രഖ്യാപനം. കാർഷിക വായ്പകളുടെ പലിശ എഴുതിത്തള്ളും എന്നാണ് ഹരിയാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ഒന്നാം കർഷക സമരത്തിന്റെ ഘട്ടത്തിലും ഹരിയാന പോലീസ് കർഷകരെ നേരിട്ട നടപടിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒരു ഘട്ടത്തിൽ JJP മുന്നണി വിടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകും എന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ BJP നടത്തിയ ആഭ്യന്തര സർവേയിലും ഈ സർക്കാരിനെതിരായി കടുത്ത അതൃപ്തിയുണ്ട് ജനങ്ങൾക്കിടയിൽ എന്നും BJPക്ക് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 15 സീറ്റ് പോലും ലഭിച്ചേക്കില്ല എന്നുമുള്ള ആഭ്യന്തര റിപ്പോർട്ടും BJPക്ക് മുന്നിലുണ്ട്. ഇതെല്ലാം കണക്കാക്കി തന്നെയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കർഷക പ്രതിഷേധത്തിന് നേരെയുണ്ടായ വെടിവെപ്പ് ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഈ വെടിവെപ്പിന്റെ കാര്യത്തിലും നേരത്തെ കർഷകർക്കെതിരെ ഗുരുതരമായ രാജ്യരക്ഷാ നിയമം അടക്കം ചുമത്തിയ സർക്കാർ പിന്നീട് അതിൽ നിന്നും പിന്മാറാൻ തീരുമാനിക്കുകയും ഔദ്യോഗികമായി തന്നെ പോലീസ് ഈ നിയമം വകുപ്പുകൾ ചുമത്തില്ല എന്നും അത് പുനഃപരിശോധിച്ചിരിക്കുകയാണ് സർക്കാർ അല്ലെങ്കിൽ പോലീസ് എന്നും അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കർഷക രോക്ഷത്തെ മറികടക്കാൻ തന്നെയാണ് ഇത്തരത്തിലുള്ള കർഷകർക്ക് പ്രിയങ്കരമാകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഹരിയാന സർക്കാർ ബജറ്റിലടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഹരിയാന പോലീസിനോട് കർഷകരുമായി നേരിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകുന്നത് പരമാവധി ഒഴിവാക്കണം എന്ന നിർദ്ദേശവും സർക്കാർ നൽകിയതായാണ് ലഭ്യമാകുന്ന വിവരം. അതാണ് ഹരിയാന സർക്കാരിന്റെ വാഗ്ദാനം. നിതിൻ അംബുജനിലേക്ക് ഒരിക്കൽ കൂടി. നേരത്തെ നിതിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാകും കർഷകരുടെ സമരത്തിന്റെ മുന്നോട്ട് പോക്ക് എന്നതിൽ തീരുമാനം ഇന്ന് വൈകിട്ടുണ്ടാകും. ഒപ്പം കർഷകൻ ഒരാൾ മരണം അടഞ്ഞിട്ടുണ്ടല്ലോ, ആ വിവരങ്ങൾ? അനുജ, ഇന്ന് വൈകിട്ട് ശംഭു അതിർത്തിയിൽ കർഷക സംഘടനകൾ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിലാണ് ഡൽഹി ചലോ മാർച്ചിന്റെ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം സ്വീകരിക്കുക. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇതിനം തന്നെ കർഷകർക്കിടയിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കർഷക സംഘടനകൾക്ക് നേരെ ഉണ്ടാകുന്ന വ്യാപകമായിട്ടുള്ള പോലീസ് നടപടി, മാത്രവുമല്ല ഒരു കർഷകൻ കൂടി മരിച്ച ഒരു സാഹചര്യം. ബറ്റിൻഡ സ്വദേശിയായ ദർശൻ സിംഗ് ആണ് കഴിഞ്ഞ ദിവസം രാത്രി കുഴിഞ്ഞു വീണ് മരിച്ചത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ കർഷകന് 8 ലക്ഷം രൂപയുടെ കടവുമുണ്ടെന്ന് കർഷക സംഘടനകൾ അറിയിക്കുന്നു. എന്തായാലും കൃത്യമായ രീതിയിൽ ഒരു സഹായം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ലഭ്യമാക്കണം എന്നൊരു ആവശ്യമാണ് കർഷക സംഘടനകൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സമരത്തിനിടെ കർഷകർ ഇത്തരത്തിൽ മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം സംഘടനകൾക്കുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും ഇന്ന് ഡൽഹി ചലോ മാർച്ച് പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ ഇന്ന് വൈകിട്ട് ശംഭു അതിർത്തിയിൽ ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനം സ്വീകരിക്കും. നിലവിലിപ്പോൾ ശംഭുവിലും അതോടൊപ്പം തന്നെ ഖനൌരിയിലും സമാധാനപരമായാണ് കർഷക സമരം മുന്നോട്ടേക്ക് പോകുന്നത്. അനുജ, അതാണ് ഇന്നിപ്പോൾ ഏത് തരത്തിലേക്കാണ് കർഷകർ കരിദിനം ആചരിക്കുന്നത് എന്നതിന്റെ റിപ്പോർട്ടിലേക്കാണ് ഇനി. ശുഭ്കരൺ സിംഗിന്റെ കൊലപാതകത്തിൽ ദേശീയ തലത്തിൽ കരിദിനമായി ആചരിക്കുകയാണ് കർഷക സംഘടനകൾ. നിർത്തിവെച്ച ഡൽഹി ചലോ മാർച്ച് നാളെ പുനരാരംഭിക്കാൻ ആണ് നീക്കം. അതിൽ തീരുമാനം ഇന്ന് വൈകിട്ട് ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
യുവ കർഷകന്റെ കുടുംബത്തിന് പഞ്ചാബ് സർക്കാർ 1 കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. കർഷകർക്കെതിരെ ചുമത്തിയ ദേശീയ സുരക്ഷാ നിയമത്തിലെ വകുപ്പുകൾ പിൻവലിച്ചതായി ഹരിയാന പോലീസ് അറിയിച്ചു. കർഷക പ്രക്ഷോഭ പശ്ചാത്തലത്തിൽ പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി ആവശ്യപ്പെട്ടു. യുവകർഷകൻ ശുഭ്കരൺ സിംഗിന്റെ കൊലപാതകത്തിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. തിങ്കളാഴ്ച ദേശീയതലത്തിൽ ട്രാക്ടർ മാർച്ച് നടത്തും. ഹരിയാന പോലീസിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. കർഷക നേതാക്കൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തിയ ഹരിയാന പോലീസിന് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. കർഷക നേതാക്കൾക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ പിൻവലിച്ചതായും ക്രമസമാധാന പാലനത്തിൽ കർഷകർ സഹകരിക്കണമെന്നും അംബാല റേഞ്ച് ഐ ജി സിബാഷ് കബിരാജ് ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ട യുവ കർഷകന്റെ കുടുംബത്തിന് 1 കോടി രൂപ ധനസഹായത്തിനു പുറമെ കൊലപാതകത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അറിയിച്ചു. കാർഷിക വിളകൾക്ക് MSP ഉറപ്പാക്കുന്ന നിയമം പാസാക്കണമെന്നും അതിനായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നും കോൺഗ്രസ് MP മനീഷ് തിവാരി പ്രതികരിച്ചു. അടുത്ത മാസം 14-ന് മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കാനും കർഷക സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. 24 ഡൽഹി. യുവ കർഷകൻ ശുഭ്കരൺ സിംഗിന്റെ കൊലപാതകത്തിൽ ഹരിയാന പോലീസിന്റെ വാദം തള്ളി ദൃക്സാക്ഷി. പോലീസ് വെടിവെപ്പിലാണ് ശുഭ്കരൺ കൊല്ലപ്പെട്ടതെന്ന് ദൃക്സാക്ഷി കുൽദീപ് സിംഗ് 24-നോട് വെളിപ്പെടുത്തി. ശുഭ്കരൺ രക്തസാക്ഷിയാണെന്ന് കുടുംബം പറഞ്ഞു. കർഷക സമരത്തിനിടെ സംഘർഷം പരിധിവിട്ടതോടെ പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗത്തിലും വെടിവെപ്പിലുമാണ് ശുഭകരൻ കൊല്ലപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷി കുൽദീപ് സിംഗിന്റെ വാക്കുകൾ. പോലീസ് നടപടിക്കിടെ ശുഭകരൻ സുരക്ഷിതമായ ഇടത്തേക്ക് മാറുമ്പോഴായിരുന്നു വെടിയേറ്റത്. ਖਨੌਰੀ ਬਾਰਡਰ में ਜੀ ਆਪਦੇ ਬਚਾਅ ਖਾਤਰ ਗਏ ਸੀਗੇ ਜੀ, ਉਧਰ ਕਣਕਾਂ 'ਚ ਚਲੇ ਗਏ ਸੀਗੇ ਜੀ ਤੇ ਉੱਥੇ ਜੀ ਉਹਦੇ ਮੁੰਡੇ ਦੇ ਜੀ ਗੋਲੀ ਮਾਰੀ ਗਈ, ਬੁਲਟ ਮਾਰੀ ਗਈ, ਉਹਦੇ ਸਿਰ 'ਚ ਲੱਗੀ ਜੀ ਮੁੰਡੇ ਦੇ. ਉੱਥੋਂ ਉਸ ਮੁੰਡੇ ਨਾਲ ਇੱਕ ਮੁੰਡਾ ਹੋਰ ਸੀਗਾ ਸਾਡੇ ਪਿੰਡ ਦਾ. കർഷകർക്ക് നേരെ വെടിയുതിർത്തിട്ടില്ല എന്ന ഹരിയാന പോലീസിന്റെ വാദം പൂർണ്ണമായി നിഷേധിക്കുകയാണ് ദൃക്സാക്ഷി. കർഷക സമരത്തിന്റെ ആദ്യനാൾ തൊട്ട് ഖനൌരിയിലെ സമരമുഖത്തായിരുന്നു ശുഭകരൻ. യുവ കർഷകൻ സമരത്തിന്റെ രക്തസാക്ഷിയാണെന്ന് ബന്ധു ബൂട്ടാ സിംഗ് 24-നോട്. ਦੇਖੋ ਜੇ ਇਹ ਫਾਜ਼ਿਲਕਾ ਵਾਲੇ ਜਾਂ ਪਾਕਿਸਤਾਨ ਵਾਲੇ ਬਾਰਡਰ ਤੇ ਨਹੀਂ ਮਰਿਆ, ਪੰਜਾਬ ਦੇ ਵਿੱਚ ਉੱਥੇ ਸ਼ਹੀਦੀ ਇਹਨੇ ਨਹੀਂ ਦਿੱਤੀ, ਤਾਂ ਇਹਨੇ ਇੱਧਰ ਹਰਿਆਣਾ ਵਾਲੇ ਬਾਰਡਰ ਤੇ ਸ਼ਹੀਦੀ ਦਿੱਤੀ ਹੈ. ਮਰਿਆ ਲੋਕਾਂ ਲਈ, ਆਪਦੇ ਕੋਈ ਇਕੱਲੇ 2-2.5 ਕਿੱਲਿਆਂ ਵਾਸਤੇ ਨਹੀਂ ਗਿਆ. ਲੋਕਾਂ ਦਾ ਸ਼ਹੀਦ ਇਹਨੂੰ ਖੇਤੀ ਸ਼ਹੀਦ ਐਲਾਨ ਕਰਿਆ ਜਾਵੇ. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ബന്ധുക്കൾ സമരമുഖത്തേക്ക് പോകും. പോലീസ് നടപടിയുടെ ഭീകരമായ ചിത്രമാണ് ഖനൌരിയിലേത്. വാഹനങ്ങളും ട്രാക്ടറുകളും പൂർണ്ണമായും അടിച്ചു തകർത്തു. ഞെട്ടിപ്പിക്കുന്നതാണ് ഖനൌരിയിലെ കാഴ്ചകൾ. ഖനൌരിയിലെ സമരകേന്ദ്രത്തിലെത്തിയ കർഷകരുടെ ട്രാക്ടർ ഉൾപ്പെടെ 15 വാഹനങ്ങളാണ് ഹരിയാന പോലീസ് പൂർണ്ണമായും അടിച്ചു തകർത്തത്. കണ്ണീർവാതക പ്രയോഗത്തിനും വെടിവെപ്പിനും പുറമെ പഞ്ചാബ് പോലീസിന്റെ പരിധിയിലെത്തിയാണ് ഹരിയാന പോലീസിന്റെ ക്രൂര നടപടി. പോലീസ് നടപടിയിൽ ശക്തമായ അമർഷം കർഷകർക്കുണ്ട്. കൂടുതൽ ട്രാക്ടറുകൾ എത്തിച്ച് ഖനൌരിയിൽ സമരം ശക്തമാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഖനൌരിയിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24. മാർക്കറ്റ് വ്യൂവുമായി സൂര്യശ്രീ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 73,142-ലും നിഫ്റ്റി 22,250-ന് താഴെയും വ്യാപാരം അവസാനിപ്പിച്ചു. യെസ് ബാങ്ക്, HFCL ഓഹരികളിൽ 4% ഇടിവ്. എഡ്യൂടെക് സ്ഥാപനോടമ ബൈജു രവീന്ദ്രനെതിരെ ദേശീയ കമ്പനി നിയമ ട്രിബ്യൂണലിനെ സമീപിച്ച് നിക്ഷേപകർ. ബൈജു രവീന്ദ്രനെ പുറത്താക്കണമെന്ന ആവശ്യം. ബൈജുവിനെതിരെ ഫോറൻസിക് ഓഡിറ്റ് നടത്തണമെന്നും ഹർജി. ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ വിപണി മൂല്യം 2 ലക്ഷം കോടിയിലെത്തി. ഓഹരി വിലയിൽ 35% വർധന. റിലയൻസ് ഇൻഡസ്ട്രീസും റെക്കോർഡ് ഉയരത്തിൽ. ഇരുമ്പയിര് കയറ്റുമതി നിരോധിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യൻ സ്റ്റീൽ മില്ലുകൾ. കയറ്റുമതി ആഭ്യന്തര ഉൽപാദനത്തെ ബാധിക്കുമെന്ന് വിശദീകരണം. ചെറുകിട മില്ലുകൾ പലതും നഷ്ടത്തിലായെന്നും നിർമ്മാതാക്കൾ.
ഇന്ത്യൻ ഡ്രോൺ നിർമ്മാതാക്കളായ ഐഡിയ ഫോർജ് US വിപണിയിലേക്ക്. US-ലെ വിവിധ നഗരങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഡ്രോൺ വ്യവസായം അതിവേഗം വളർന്നുവെന്ന് ഐഡിയ ഫോർജ് CEO അങ്കിത് മേത്ത. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ആദ്യകാല വ്യാപാരത്തിൽ നിഫ്റ്റി എക്കാലത്തെയും ഉയർന്ന നിരക്കായ 22,297 എത്തിയിരുന്നു. അതിനുശേഷം ക്ലോസ് ചെയ്തപ്പോൾ ബാങ്കിംഗ് ഓഹരികളിലെ ഒരു ബലഹീനത ബെഞ്ച്മാർക്കിനെ ബാധിച്ചു എന്ന് തന്നെ പറയാം. നഷ്ടത്തിലാണ് വിപണിയിൽ ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. മീഡിയ ഓഹരികൾ 1% തിളങ്ങിയപ്പോൾ പൊതുമേഖലാ ബാങ്ക് അടക്കമുള്ള വിപണിയിലെ പല ഓഹരികളും സൂചികളെ നഷ്ടത്തിലേക്ക് വലിച്ചിഴച്ചു എന്ന് തന്നെ പറയാം. ഏതായാലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കും നഷ്ടത്തിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികളും ഫിനാൻഷ്യൽ സർവീസും ഒഴികെയുള്ള ബാക്കി സൂചികളൊക്കെ ഒരു നെഗറ്റീവിലാണ് മാർക്കറ്റിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50-ൽ 4 പോയിന്റ് ഇടിവിൽ 22,212 എന്ന പോയിന്റിലാണ് നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് 22,297 എന്നുള്ള ഒരു റെക്കോർഡ് പോയിന്റിലേക്ക് വരെ എത്തിയതാണ്. പക്ഷേ അതിനുശേഷം ഒരു വിൽപ്പന സമ്മർദ്ദം നേരിയ തോതിലുണ്ടായി. പബ്ലിക് സെക്ടർ ബാങ്കിംഗ് ഓഹരികളിൽ ഒരു വിൽപ്പന സമ്മർദ്ദം വിപണിയെ താഴേക്ക് വലിച്ചിഴച്ചു എന്ന് തന്നെ പറയാം. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ 108 പോയിന്റ് ഇടിവിലാണ് ഇന്ന് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 46,811 പോയിന്റിലാണ് വ്യാപാരം നിഫ്റ്റി ബാങ്കിൽ അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ ചെറിയൊരു പോസിറ്റീവ് മോഡലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 11 പോയിന്റ് ഉണർവിൽ 20,677 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും. ഏതായാലും ടെക് ഓഹരികളുടെയൊക്കെ ഒരു ചെറിയൊരു പിന്തുണ ഇന്ന് ഓഹരി വിപണിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ എല്ലാ സൂചികകളിലും നെഗറ്റീവ് മോഡല്ല. പക്ഷേ അത് പ്രകടമായി പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് നോട്ടിലാണ് ഇന്ന് മാർക്കറ്റിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ സെൻസെക്സ് ആണെങ്കിൽ 15 പോയിന്റ് ഇടിവിൽ 73,142 പോയിന്റ് ഇടിവിലാണ് സെൻസെക്സിലും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റിന് തിങ്കളാഴ്ചയാണ് ഓപ്പൺ ചെയ്യുക. അതിനിടയിൽ എന്തൊക്കെ ഘടകങ്ങളായിരിക്കും മാർക്കറ്റിനെ സ്വാധീനിക്കുക എന്നൊക്കെ നമുക്ക് നോക്കിക്കണ്ടിരിക്കുന്നു. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് അതിഥിയായി എത്തുന്നത്. ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് ഇന്ന് വളരെ ഒരു 21,297 പോയിന്റിലൊക്കെ വരെ എത്തിയതിനു ശേഷം ഇന്നൊരു നെഗറ്റീവ് നോട്ടിലാണ് മാർക്കറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വ്യാപാരം എന്തായിരിക്കും ഇതിനൊക്കെ കാരണം? അടുത്തയാഴ്ച വിപണിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കാം? മാർക്കറ്റ് ഇന്ന് കാലത്ത് ഓപ്പൺ ചെയ്ത് ഈ പറഞ്ഞ പോലെ 22,297 വരെ കയറിയെങ്കിലും അതിനുശേഷം ചെറിയ രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. എന്നിരുന്നാലും മാർക്കറ്റ് ഇന്ന് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് തന്നെയാണ് നിന്നിരുന്നത്. ഒരു 110 പോയിന്റ്, നിഫ്റ്റിയെ സംബന്ധിച്ചോളം 110 പോയിന്റിനുള്ളിലുള്ള ഒരു റേഞ്ചിനുള്ളിൽ കയറി ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഏകദേശം ഫ്ലാറ്റ് ആയിട്ടാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തത്. കാലത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്നൊരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് റിയാലിറ്റി സ്റ്റോക്സ് ആണ് ഇന്ന് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, പ്രസ്റ്റീജ്, മഹീന്ദ്ര ലൈഫ്, ഇന്ത്യ ബുൾ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ ഷെയറുകളെല്ലാം 1.5 മുതൽ 3.5% വരെ ഇന്ന് ഉയർച്ച നേടിയിട്ടുണ്ട്. മറ്റ് സെക്ടറിലൊന്നും കാര്യമായിട്ടുള്ള കയറ്റം ഉണ്ടായിട്ടില്ല. ചില ഇൻഡിവിജ്വൽ സ്റ്റോക്സ്, ജിയോ ഫിനാൻഷ്യൽ സർവീസസ് പോലെയുള്ള ചില ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ മാത്രമാണ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. April 1 അവർ ബ്രോക്കറേജ് ബിസിനസ് ആരംഭിക്കുന്നു എന്നുള്ളൊരു ന്യൂസാണ് പോസിറ്റീവായിട്ട് ഇന്ന് ജിയോ ഫിനാൻഷ്യൽ സർവീസിനുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും നടന്നത്. അടുത്ത ആഴ്ചയും മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും മാർക്കറ്റ് ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും ഉണ്ടായിട്ടുള്ള ഈ ഉയർച്ചയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും പുതിയ ഹൈ എടുത്ത് നിൽക്കുന്ന നിലവാരത്തിൽ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. 22,000-നും 22,500-നും ഇടയിലുള്ള ഒരു നിലവാരത്തിൽ കൺസോളിഡേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് നീങ്ങാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, നന്ദി ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. എന്തായാലും അസംസ്കൃത എണ്ണയുടെ വിലക്കയറ്റം, US ബോണ്ട് ഈൽഡുകളുടെ വർധനവ്, മൂല്യനിർണ്ണയം അങ്ങനെ വിപണിയെ ബാധിക്കുന്ന പല ഘടകങ്ങളും ബാക്കി നിൽക്കുകയാണ്. അടുത്ത ആഴ്ച വിപണി എങ്ങനെയൊക്കെ ആകുമെന്നത് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അറിയാം. ഏതായാലും മാർക്കറ്റ് വ്യൂവിന്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. കൊച്ചി കണ്ണമാലിക്ക് സമീപം മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്ന ബോട്ട് അപകടത്തിൽപ്പെട്ടു. 5 മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്ന സാന്റ മരിയ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം രക്ഷപ്പെടുത്തി. ബോട്ടിന്റെ എഞ്ചിൻ ഭാഗത്ത് വെള്ളം കയറിയാണ് അപകടമുണ്ടായത്. എബിൻ ജോസ് വിവരങ്ങളുമായി. എബിൻ, മുഴുവൻ മത്സ്യബന്ധന തൊഴിലാളികളെയും രക്ഷപ്പെടുത്തിയോ? ബോട്ടിലുണ്ടായിരുന്ന എല്ലാ തൊഴിലാളികളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ബോട്ടിൻ്റെ എഞ്ചിൻ ഭാഗത്ത് വെള്ളം കയറുകയും ബോട്ട് പൂർണ്ണമായും മുങ്ങുകയായിരുന്നു. മറൈൻ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗമാണ് ഈ തൊഴിലാളികളെ മറ്റൊരു ബോട്ടിലെത്തി രക്ഷപ്പെടുത്തിയത്. ഇവരെ ഇപ്പോൾ നിലവിൽ കരക്കെത്തിച്ചിട്ടുണ്ട്. അനുജ. ശരി, അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് എബിൻ ജോസ് നൽകിയത്.
ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക്. ആലപ്പുഴ കാട്ടൂരിൽ 7ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കായിക അധ്യാപകൻ ക്രിസ്തുദാസ് അടക്കം 3 അധ്യാപകർക്ക് സസ്പെൻഷൻ. ആത്മഹത്യാ പ്രേരണയുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവിക്ക് വിശദമായ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി AM പ്രജിത്ത് കഴിഞ്ഞ 15-നാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത്. ക്ലാസ്സിൽ വൈകി എത്തിയതിനായിരുന്നു കായിക അധ്യാപകന്റെ ശിക്ഷാ നടപടി. ഇതിൽ മനം നൊന്ത് ജീവനൊടുക്കിയെന്നാണ് വീട്ടുകാരുടെ ആരോപണം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് സ്കൂളിലെ 7 വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തിരുന്നു. കായിക അധ്യാപകൻ ക്രിസ്തുദാസും ക്ലാസ് ടീച്ചറും ചേർന്ന് പ്രജിത്തിനെയും മറ്റൊരു വിദ്യാർത്ഥിയെയും ക്ലാസ്സിൽ നിന്ന് ഇറക്കി അടുത്ത മുറിയിൽ കൊണ്ടുപോയി ചൂരൽ കൊണ്ട് അടിച്ചെന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി. അന്ന് വീട്ടിലെത്തിയ പ്രജിത്ത് വൈകിട്ടോടെ വീടിനുള്ളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് മണ്ണഞ്ചേരി പോലീസിന്റെ നീക്കം. ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ ഇന്നലെ പ്രജിത്തിന്റെ വീട്ടിലെത്തി തെളിവെടുത്തിരുന്നു. ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി ആരോപണ വിധേയരായ അധ്യാപകരുടെ മൊഴിയും എടുത്തു. 4 ദിവസങ്ങൾക്കുള്ളിൽ വിദ്യാഭ്യാസ സെക്രട്ടറിക്കും ബാലാവകാശ കമ്മീഷനും CWC റിപ്പോർട്ട് സമർപ്പിക്കും. 24 ആലപ്പുഴ. ഇന്ന് സംഭവിച്ച പ്രധാന വാർത്തകളുടെ വിശദ വിവരങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.